അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടക്ക കൊണ്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണുന്നില്ലേ, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്ന വെണ്ടക്ക മെഴുക്കുവരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കുക. ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കയ്യിലില്ലാത്തവർക്ക് സൺഫ്ലവറും ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഇരിക്കും. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള, ഒരുപാടൊന്നും വേണ്ട, ഒരു മീഡിയം സൈസായിട്ടുള്ളൊരു ചെറിയ സവാള എടുത്തിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കൂടെ ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് അതുകൂടെ ചേർക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെണ്ടക്ക എടുക്കുന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും സവാള ചേർക്കണ്ട കേട്ടോ. അപ്പോൾ വലിയ ടേസ്റ്റ് കിട്ടില്ല, വളരെ കുറച്ച് സവാള മതി. ഇനി ഇതൊന്ന് നമുക്ക് സോട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഈ ഒരു മെഴുക്കുവരട്ടി ചെയ്യുമ്പം കുറച്ച് കൂടുതൽ ഓയിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ വേണമെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാം, എങ്കിലും നമ്മുടെ ആ ഒരു വെണ്ടക്ക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1 മുതൽ ഒരു 1.25 ടേബിൾ സ്പൂണോളം ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ഒരു സവാളൊക്കെ ഒന്ന് കുഴഞ്ഞ് വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇതിനെ വഴറ്റി കൊടുക്കാം. നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കാണ് ഇവിടെ ഓൾറെഡി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഈ വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്യുമ്പം ആദ്യമേ വാഷ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കഴുകുമ്പം അതിൻ്റെ ഒരു പശപശപ്പ് വരാറില്ല. അത് പിന്നെ നമ്മൾ കയ്യിലിങ്ങനെ നിന്നിട്ട് എത്ര ക്ലീൻ ചെയ്താലും അതങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളത് കഴുകി ഒന്ന് തുടച്ചിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ കട്ട് ചെയ്യാനും സുഖമാണ്. ആ ഒരു പശപശപ്പൊന്നും കയ്യിൽ പിടിക്കില്ല. ഇപ്പോൾ ഒരു വെണ്ടയ്ക്ക ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതിനെ നമ്മൾ സോട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊരു ക്രിസ്പി ആവുന്ന വരെ നമ്മൾ ഇതിനെങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ കുറവാണ് തോന്നുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ക്വാണ്ടിറ്റി അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ഏകദേശം 1/2 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള വെണ്ടക്ക. കുറച്ച് ചെറിയ വെണ്ടയ്ക്കായിരുന്നു. 2 അറ്റം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 1/2 കിലോ വരെ വരുന്ന അത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സോട്ട് ചെയ്ത് നന്നായിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊരു ഡാർക്ക് കളർ ആവുന്ന വരെ നമ്മൾ ഇതുപോലെ തന്നെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിതിപ്പം ഓണം റെസിപ്പീസ് ചെയ്ത സമയത്ത് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആ ഡാർക്ക് ആവുന്ന വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കുറച്ചും കൂടെ ആവാനുണ്ട്. പക്ഷേ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ഞാൻ വീഡിയോസൊക്കെ ഒരുപാടായിട്ടിട്ട് കുറേ പെൻഡിങ് ഉള്ള വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു.